ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും അഡ്വക്കേറ്റ് അഞ്ജലി സീരിയലിലെ നാളത്തെ നല്ലൊരു എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അപ്പൊ നാളെ മുതൽ നമ്മുടെ സീരിയൽ 6 മണിക്കാണ്, ആരും മറക്കരുത്. 6 മണി മുതൽ 6:30 വരെയാണ് ടൈം. അപ്പൊ 6:30 കഴിഞ്ഞിട്ട് വീഡിയോസ് ബാക്കി പ്രൊമോയും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അങ്ങനെ നമ്മുടെ അഞ്ജലിയാണെന്നുണ്ടെങ്കിൽ മുത്തശ്ശിയുടെ കൂടെ കുറച്ച് സന്തോഷത്തിലൊക്കെയാണ് തിരിച്ച് വീട്ടിലേക്ക് വരുന്നത്. തന്റെ അമ്മേനെ കണ്ടോലോ എന്നൊരു സന്തോഷം. അങ്ങനെ വീട്ടിലേക്ക് എത്തിയ അഞ്ജലിനെ നെട്ടിച്ചുകൊണ്ടാണ് അമ്പാടി അവിടെ എത്തുന്നത്. അമ്പാടിനെ കാണുമ്പോൾ അഞ്ജലിക്ക് സന്തോഷമാവാട്ടോ. ആ അമ്പാടി എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ അമ്പാടിയുടെ അടുത്തേക്ക് സന്തോഷത്തോടെ പോകുമ്പോൾ അമ്പാടി പറയുന്നുണ്ട്, അഞ്ജലി, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. കാര്യങ്ങൾ പറയാനും തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത്. എന്താ അമ്പാടി ഭയങ്കര ഗൗരവം പോലെ എന്തു പറ്റി എന്ന് ചോദിക്കുമ്പോൾ, നോക്കഞ്ജലി, അഞ്ജലിക്ക് ഓർമ്മയുണ്ടോ പത്മകുമാരന്? അതെന്തൊരു ചോദ്യം പാടി. പത്മേനെ ഓർമ്മയില്ലാതിരിക്കോ? എന്നിട്ട് എപ്പോഴെങ്കിലും ഇവിടെ വന്നതിന് ശേഷം എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം അഞ്ജലി അവളെ വിളിച്ചിട്ടുണ്ടോ? അവൾ ഏതൊരു മഠത്തിൽ കൊണ്ട് ആക്കിയതിനു ശേഷം അവളൊന്ന് വിളിച്ചിട്ടുണ്ടോ? അവിടുത്തെ മദർ അഞ്ജലിയുടെ അർജുനടുത്ത് കൂടിയല്ലേ പറഞ്ഞത് 2 ആഴ്ച കൂടുതൽ അവൾ അവിടെ നിർത്താൻ പറ്റില്ലെന്ന്. അവൾക്ക് പോയി കിടക്കാൻ പോലും ഒരു കൂര പോലും ഇല്ല. അഞ്ജലി ഇപ്പൊ സന്തോഷത്തോടെ ഇരിക്കുന്നത്. അവളുടെ കാര്യം നിങ്ങൾ മറന്നു പോയിട്ടുണ്ടാവുമല്ലേ. അഞ്ജലി തിരക്കാണെന്നൊന്നും പറയരുത്. ഒരു പ്രാവശ്യം ഒരൊറ്റ കോൾ വിളിക്കാൻ എന്ത് തിരക്ക് അഞ്ജലി എന്ന് ചോദിക്കുമ്പോൾ അമ്പാടി പറഞ്ഞതൊക്കെ ശരിയാണ്. പക്ഷെ ഇവിടത്തെ എന്റെ അവസ്ഥ അമ്പാടിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ശരിയാ, ഞാൻ പത്മേനെ വിളിച്ചിട്ടുണ്ടായില്ല, പത്മനല്ല, ഞാൻ ആരെയും വിളിക്കുന്നുണ്ടായിരുന്നില്ല അമ്പാടി. പക്ഷെ പത്മയുടെ കേസിന്റെ കാര്യം ഞാൻ മറന്നിട്ടില്ല. ഇന്നലെയും കൂടി ആര്യ ചേച്ചിയും ഞാനും കൂടി പത്മയുടെ കാര്യമാണ് സംസാരിച്ചത്. പത്മയുടെ കേസ് വേറൊരു വക്കീലിനും വക്കാലത്തെടുക്കാൻ വേണ്ടി ഞാൻ സമ്മതിക്കില്ല. അമ്പാടി പറയണ്ട്, അതിന് അഞ്ജലിക്ക് ഒറ്റക്ക് പറയാൻ സാധിക്കും? അഞ്ജലി, ഈ വീട് അഞ്ജലിയുടെ വീടല്ല, രാഘവനുണ്ണി അങ്കിളുടെ വീടല്ലേ. അങ്ങേര് തീരുമാനിക്കുന്ന പോലെ ഈ വീട്ടിൽ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. അയാൾ എതിർത്തുകൊണ്ട് അഞ്ജലിക്ക് ഈ വീട്ടിൽ നിന്ന് വക്കാലത്ത് വാദിക്കാനും കേസ് വാദിക്കാനും കോടതിയിലേക്കൊക്കെ പോകാൻ പറ്റുമെന്ന് അഞ്ജലിക്ക് തോന്നുന്നുണ്ടോ? അതും എതിർഭാഗത്ത് നിന്ന് അയാളെ തോൽപ്പിക്കാൻ വേണ്ടി കേസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് അഞ്ജലിക്ക് വലിയ ഉറപ്പുണ്ടോ എന്ന് ചോദിക്കുകയാണ് അമ്പാടി. ഇത് കേൾക്കുന്ന അഞ്ജലി പറയണ്ട്, എൻ്റെ എതിർഭാഗത്ത് രാഘവനുണ്ണിയല്ല, ആരാണെങ്കിലും എനിക്കൊരു പേടിയില്ല. ഈ വീട്ടിൽ നിന്ന് കറക്റ്റ് ദിവസം, അത് പത്മ കേസിന്റെ കറക്റ്റ് ദിവസം കറക്റ്റ് സമയം ഞാൻ ഇവിടുന്ന് ഇറങ്ങിയിരിക്കും. പിന്നെ പത്മേനെ അവിടെ നിന്ന് കൊണ്ടുവരുന്ന കാര്യം അത് ഞാൻ ജാഫർ സാറായിട്ട് സംസാരിച്ച്, നന്ദു സാറും ജാഫർ സാറൊക്കെ സംസാരിച്ച് എന്താ ചെയ്തോളാം. അതോർത്തിട്ട് അമ്പാടി ടെൻഷൻ ആവണ്ട. പത്മയുടെ കാര്യം ഒരിക്കലും ഞാൻ മറക്കില്ല. അവൾ എന്നെ വിശ്വസിച്ചാണ് കേസും കാര്യങ്ങൾക്കും പിന്നാലെ പോയത്. അതുകൊണ്ട് അവളെ ചതിച്ചുകൊണ്ട് എനിക്കൊന്നും ചെയ്യാനും ഇല്ല. അമ്പാടി അത് ഓർത്ത് ടെൻഷനൊന്നും ആവണ്ട. ശരി അഞ്ജലി, അഞ്ജലി പറഞ്ഞപ്പോൾ എനിക്കൊരു സമാധാനമുണ്ട്. ഈ കാര്യങ്ങൾ അഞ്ജലിത്തൊന്ന് സംസാരിക്കാൻ വേണ്ടി ഞാൻ കുറെ പ്രാവശ്യമായി അഞ്ജലിനെ കോൺടാക്ട് ചെയ്യുന്നു. ഫോൺ സ്വിച്ച് ഓഫ് ആയതുകൊണ്ട് മാത്രമാണ് ഇവിടേക്ക് വന്നത്. ഇവിടെ വന്നപ്പോ അഞ്ജലിയുടെ ചേച്ചി അനുപമയുടെ വക പെർഫോമൻസ്, വായെടുത്ത കള്ളം മാത്രമല്ലേ അവര് പറയുള്ളൂ. കഴിഞ്ഞ ദിവസം ഞാനിവിടെ അഞ്ജലിനെ കാണാൻ വേണ്ടി വന്നപ്പോഴേക്കും അഞ്ജലി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയെന്ന് അവർ എന്നോട് പറഞ്ഞത്. അതുകൊണ്ട് ഈ പ്രാവശ്യം അഞ്ജലി പറഞ്ഞു വെച്ചിട്ട് എന്നെ അവർക്കൊന്നും മിണ്ടിയിട്ടില്ല. എന്നാലും അഞ്ജലി സമ്മതിച്ചിരിക്കുന്നു. അഞ്ജലിക്ക് എങ്ങനെയുണ്ടായി അഞ്ജലി? ഇതുപോലത്തെ ഒരു ചേച്ചി, കഷ്ടം എന്ന് പറഞ്ഞിട്ട് അമ്പാടി അവിടെ നിന്ന് പോകുക കേട്ടോ. ആ സമയത്ത് അഞ്ജലി നേരെ നമ്മുടെ അനുപമ എടുത്തേക്ക് വരികയാണ്. നാണമില്ലല്ലോ ഇതുപോലെയൊക്കെ കേൾക്കാനായിട്ട്, കുറച്ച് അന്തസ് കാണിച്ചൂടെ, ഒരു ഇത്തിരിയെങ്കിലും ഉളുപ്പുണ്ടായിക്കൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് അഞ്ജലി അകത്ത് കയറി പോകുന്നു കേട്ടോ. ശേഷം അഞ്ജലി പുറത്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നൊക്കെ ഉണ്ടിന്. തിരിച്ചു വരുന്ന അഞ്ജലി ആണെന്നുണ്ടെങ്കിൽ ഓട്ടോറിക്ഷയിലാണ് വരുന്നത്. പക്ഷെ അഞ്ജലി പുറത്തു പോയ സമയത്ത് അവിടെ അഭി വരുന്നുണ്ട് കേട്ടോ. അഭി വന്നതിന് ശേഷം എന്തൊക്കെയോ ബിസിനസ് കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതും ബാൽക്കണി നിന്നിട്ട്. അഞ്ജലി ഓട്ടോറിക്ഷയിൽ നിന്ന് വന്നിറങ്ങുന്ന കാഴ്ച കാണുമ്പോൾ അഭി ഷോക്കായി പോവാണേ. ഇത് അഞ്ജലിയല്ലേ എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ അഭി നിലത്തേക്ക് ഇറങ്ങി വരുവാണ്. ആ സമയത്ത് ഓട്ടോ പോകുന്നുണ്ട്. അഞ്ജലി എടുത്ത് അഭി ചോദിക്കണ്ടേ, അഞ്ജലി എന്തൊരു സർപ്രൈസ് ആയത്, താൻ ഇവിടെ? എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇത് സ്വപ്നമാണോ അത് സത്യമാണോ എന്നൊക്കെ അഭി ചോദിക്കേണ്ട. അഞ്ജലി ഒന്നും മിണ്ടാതെ അവിടെ തന്നെ നിൽക്കുവാണ്. തൊട്ട് പുറകിലായിട്ട് അനുപമ എല്ലാം നോക്കി കാണുന്നുണ്ട് കേട്ടോ. അഭി ചോദിക്കണ്ട്, താൻ ഇവിടെ എന്താ വന്നത്? ആരെ കാണാനാ വന്നത്? പറയഞ്ജലി, ഇവിടെ താൻ ആരെ കാണാൻ വേണ്ടിയിട്ടാ വന്നത് എന്ന് അഭി വളരെ സ്നേഹത്തോടും ഒരു ആകാംക്ഷയോടും കൂടി തന്നെ ചോദിക്കുകയാണ്. ഇതെല്ലാം കേട്ടും അഞ്ജലി ഒന്നും മിണ്ടുന്നില്ല. പുറകിൽ നിന്ന് അനുപമ വരുന്നുണ്ട്. ഉത്തരം ഞാൻ പറഞ്ഞാൽ മതിയോ അഭിക്ക് എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത് കേട്ടോ. അതിനുശേഷം അനുപമ പറയുന്നുണ്ട്, അവൾ ഇവിടെ വന്നത് വേറെ ആരെ കാണാനുമല്ല, അവളുടെ ഭർത്താവിനെ കാണാനാണ്. ഭർത്താവിന് എന്ന് അഭി ചോദിക്കുമ്പോ, അതെ, ഭർത്താവിനെ കാണാനായിട്ട്. ഇവളുടെ വിവാഹം കഴിഞ്ഞു. നിങ്ങളുടെ അനിയൻ അർജുനാണ് ഇവളെ വിവാഹം കഴിച്ചിരിക്കുന്നത്. ഇത് കേട്ട് ഷോക്കായിട്ട് നിൽക്കാണ് അഭി. ഇല്ല, നോ, നീ കള്ളം പറയാ. വായെടുത്ത കള്ളം മാത്രമല്ലേ നീ പറയുള്ളൂ. നിന്റെ വാക്ക് വിശ്വസിക്കാനേ ഞാൻ മണ്ടനല്ല. അഞ്ജലി പറയുന്നുണ്ട്, സത്യമാണ്, ഞാൻ ഇപ്പൊ അർജുന്റെ ഭാര്യയാണ്. അഞ്ജലി അർജുൻ, അതാണ് ഇപ്പോഴത്തെ എന്റെ പേര്. എന്താ ഇനി അഭിയേട്ടൻ അഞ്ജലി അറിയാനുണ്ടോ എന്ന് ചോദിച്ചിട്ട് നമ്മുടെ അഞ്ജലി അകത്ത് കയറി പോവാട്ടോ.
അഭിയാണെങ്കിൽ ആകെ ഷോക്ക് അടിച്ച പോലെ അങ്ങനെ തന്നെ നിൽക്കാണ്. അത് കാണുമ്പോഴേക്കും അനുപമ കളിയാക്കിക്കൊണ്ട് വരുന്നുണ്ട്. എന്തായിരുന്നു അഞ്ജലിനെ മാത്രം മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരാള്, നാണുണ്ടോ നിനക്ക്? ദേ ഇപ്പൊ അവളുടെ വിവാഹം കഴിച്ചിരിക്കുന്നതോ നിങ്ങളുടെ പ്രിയപ്പെട്ട അനിയന വിവാഹം കഴിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവൾ ഇനി അനിയത്തിയായിട്ട് കാണാൻ നോക്ക്. ഇനി പ്രണയനിയായിട്ട് മനസ്സിൽ സൂക്ഷിക്കല്ലേ, അത് വളരെ മോശമാണ്, ചീപ്പാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അനുപമ അവിടെ നിന്ന് പോവാട്ടോ. അഭി ആകെ വിഷമിച്ച് ഷോക്കായിട്ട് നിൽക്കാണ്. അഭിക്ക് മനസ്സിൽ നിന്ന് അഞ്ജലിനെ എടുത്ത് കളയാനും പറ്റാത്തൊരു അവസ്ഥ. കാരണം താൻ അഞ്ജലിനെ മാത്രമേ പ്രണയിക്കുന്നുള്ളൂ, അഞ്ജലിനെ എപ്പോഴെങ്കിലും സ്വന്തമാക്കാൻ വേണ്ടി മാത്രമാണ് അഭി ഇതുവരെ അങ്ങനെ പൊരുതിയാണ് നിന്നോണ്ടിരുന്നത്. അനുപമ എടുത്താണെന്നുണ്ടെങ്കിലും അല്ല, ആ ഒരു രീതിയിലല്ല അഭി പറഞ്ഞുകൊണ്ടിരുന്നത്. എന്തൊക്കെ വന്നാലും നമ്മുടെ അഞ്ജലിനെ സ്വന്തമാക്കും, അഞ്ജലി വേറൊരാളെ പ്രണയിക്കണം എന്ന് പറഞ്ഞപ്പോ പോലും അഭി മനസ്സിൽ വെച്ചിട്ട് പ്രണയിക്കുന്നല്ലേ ഉള്ളൂ, കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ എന്നേ അഭി വിചാരിച്ചത്. അതുകൊണ്ട് അഭി ആകെ ഷോക്കിൽ അങ്ങനെ തന്നെ നിൽക്കുകയാണ്. പിന്നീടാണെങ്കിൽ അനുപമയാണെങ്കിൽ രാഘവനോട് അടുത്ത് പറയണ്ട അങ്കിൾ, ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അങ്കിളുടെ മകനുണ്ടല്ലോ അർജുൻ, അവന്റെ ഭാര്യ അഞ്ജലി അർജുൻ, അവളെ പത്മ കേസ് വാദിക്കാൻ വേണ്ടി ഇവിടുന്ന് പോകുമെന്നാ പറഞ്ഞിരിക്കണത്. ഓഹോ, ഇവിടുന്ന് പോകുന്നു അവള് പറഞ്ഞോ? എങ്കിലും എനിക്കൊന്ന് അറിയണമല്ലോ. അർജുൻ അഞ്ജലി, അഞ്ജലി അർജുൻ എന്നൊക്കെ പറഞ്ഞ് വിളിക്കാണ്. അർജുൻ അവിടേക്ക് വരുന്നുണ്ട്. എന്താ അച്ഛാ, നിന്റെ ഭാര്യ ഇവിടുന്ന് കോടതിയിലേക്ക് പോകുമെന്ന് പറഞ്ഞിരുന്നു. അയാളുടെ ജോലി അതല്ലേ, കോടതിയിൽ പോയി കേസ് വാദിക്കുക. അച്ഛന്റെ ജോലിയും അത് തന്നെയാണല്ലോ. പിന്നെ എന്തിനാ അച്ഛാ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? എടാ നീ എന്താ എന്നെ കളിയാക്കുവാണോ? കളിയാക്കിയതൊന്നല്ല, കാര്യം പറഞ്ഞതാണ്. അയാൾക്ക് പിന്നെ ജോലിക്ക് പോണ്ടേ? എടാ പത്മ കാർത്തിക് കേസിൽ ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. കാർത്തിക്കിനെയാണ് ഞാൻ റിലീസ് ചെയ്യാൻ വേണ്ടി പോണത്. പത്മ കേസ് തേനുമാനു പോവും, അഞ്ജലി കോടതിയിലേക്ക് വരരുത്. അത് അച്ഛന്റെ തീരുമാനമല്ലേ, എന്റെ തീരുമാനം അങ്ങനെയല്ല. എനിക്ക് ജീവനോടെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്റെ അഞ്ജലിക്ക് ജീവനോടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ കോടതിയിലേക്ക് പോയിരിക്കും, അഞ്ജലി കേസ് വാദിച്ചിരിക്കും, പത്മക്ക് നീതി വാങ്ങിച്ചു കൊടുത്തിരിക്കും. ഓഹോ അങ്ങനെയാണോ? എങ്കിൽ കടക്കട പുറത്ത് ഈ വീട്ടിൽ നിന്നുകൊണ്ട് നിങ്ങൾ എനിക്കെതിരെ പൊരുതാൻ നിൽക്കണ്ട, കടക്കട പുറത്ത് എന്ന് പറയാണ് അർജുൻ. അപ്പൊ തന്നെ ബാഗും സാധനങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങുവാട്ടെ. തൊട്ടു പിന്നാലെ നമ്മുടെ അഞ്ജലിയും ഇറങ്ങുന്നുണ്ട്. എന്റെ ഭർത്താവ് എവിടെയാണോ അവിടെയാണ് എനിക്കും സ്ഥാനം എന്ന് പറയണ്ട. അങ്ങനെ രണ്ടുപേരും കൂടി ഇറങ്ങാട്ടോ. എവിടെ പോകുന്നത് രണ്ടുപേർക്കും അറിയില്ല. അവസാനം അഞ്ജലി ഒരു തീരുമാനം എടുക്കാണ്, തന്റെ വീട്ടിലേക്ക് രാജാജി നഗറിലേക്ക് തന്നെ പോവാന്ന്. അച്ഛനും അമ്മയും കുറച്ച് എതിർക്കുമായിരിക്കും, പക്ഷെ തന്റെ അച്ഛനും അമ്മയല്ലേ, പറഞ്ഞാൽ മനസ്സിലാവുന്നു അഞ്ജലിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ അഞ്ജലി നേരെ പോവാണ് വീട്ടിലേക്ക്. അവിടെ പോകുമ്പോഴേക്കും ശ്യാമളക്ക് ഭയങ്കര സന്തോഷമാവട്ടെ അഞ്ജലിനെ കാണുമ്പോ. പക്ഷെ ശിവരാമൻ പറയണ്ട്, ആരാടി നീ, എന്തിനാടി നീ ഇവിടെ വന്നത്? കടക്കടി പുറത്ത്, നിന്നെ ഇവിടുന്ന് പറഞ്ഞ് പുറത്താക്കിയതല്ലേ, പിന്നെ നീ എന്തിനാ ഇവിടെ വന്നത്? അതെ ഞാൻ ഇവിടെ വരും, ഇത് എന്റെ വീടാണ് എന്ന് പറഞ്ഞിട്ട് അഞ്ജലി അകത്ത് കയറുമ്പോഴേക്കും ശിവരാമൻ കൈ വെച്ച് തടയാണ്. ഇല്ല കയറാൻ പറ്റില്ല എന്നിങ്ങനെ പറയാട്ടോ. പക്ഷെ അഞ്ജലി തട്ടി മാറ്റി അകത്ത് കയറാണ്. ശിവരാമനും സന്തോഷമാവുന്നുണ്ട്, കാരണം അഞ്ജലി തന്റെ പഴയ അഞ്ജലി ആയിട്ട് വന്നല്ലോ എന്ന് ആലോചിച്ചിട്ട്. പക്ഷെ അഞ്ജലി ഒറ്റയ്ക്കല്ല വന്നിരിക്കുന്നത്, കൂടെ നമ്മുടെ അർജുനും ഉണ്ട്. അങ്ങനെ അർജുനും അഞ്ജലിയുടെ ജീവിതം ഇനി ശംഖുചക്രത്തിലായിരിക്കോ രാജാജി നഗറിലായിരിക്കോ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം. എന്തായാലും അഞ്ജലിക്ക് തന്റെ വീട്ടുകാരും സ്വീകരിച്ചു, ഭർത്താവിന്റെ വീട്ടുകാർക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് അനുപമേനെ വിളിച്ച ഇന്ദിര പറയണ്ടത്, നിന്റെ കാര്യം പോയടി അനുപമേ, കാരണം അഞ്ജലിക്ക് ഇപ്പൊ എല്ലാം കിട്ടി, ഒന്നും കിട്ടാത്തത് നിനക്ക് മാത്രമാണ്. സത്യം പറഞ്ഞാൽ നിന്റെ ഭർത്താവിനെ പോലും നിനക്ക് കിട്ടിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട് കേട്ടോ. കാത്തിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.